നമസ്കാരം. എറണാകുളം ജില്ലയുമായി റിലേറ്റ് ചെയ്തു വരുന്ന കുറച്ച് PSC ക്വസ്റ്റ്യനും ആൻസറും നോക്കിയാലോ? വെൽക്കം ടു ഡ്രീംസ് യെസ് യൂട്യൂബ് ചാനൽ. വർഷം 1958 ഏപ്രിൽ 1 എറണാകുളം ജില്ല രൂപീകരിച്ചു. 14 നിയമസഭാ മണ്ഡലം, 1 ലോകസഭാ മണ്ഡലം. പ്രാചീന കാലത്ത് എറണാകുളം ഋഷിനാഗകുളം എന്ന പേരിൽ ആണ് അറിയപ്പെട്ടിരുന്നത്. ഇനി ഏറ്റവും കൂടുതൽ എന്ന് എറണാകുളത്തിന് സ്റ്റാറ്റസ് നൽകുന്ന ചില കാര്യങ്ങൾ നോക്കിയാലോ? നഗരവൽക്കരണം ഏറ്റവും കൂടുതൽ ഉള്ള ജില്ല, വ്യവസായവൽക്കരണം ഏറ്റവും കൂടുതൽ ഉള്ള കേരളത്തിലെ ജില്ല, ചെറുകിട വ്യവസായ യൂണിറ്റ് ഏറ്റവും കൂടുതൽ ഉള്ള ജില്ല, പ്രതിശീർഷ വരുമാനം ഏറ്റവും കൂടുതൽ ഉള്ള കേരളത്തിലെ ജില്ല, കൈതച്ചക്ക ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നു, കേരളത്തിൽ ജൂതമതക്കാർ ഏറ്റവും കൂടുതൽ ഉള്ള കേരളത്തിലെ ജില്ല, ദേശീയപാത ഏറ്റവും കൂടുതൽ കടന്നു പോകുന്ന കേരളത്തിലെ ജില്ല, മുനിസിപ്പാലിറ്റി ഏറ്റവും കൂടുതൽ ഉള്ള കേരളത്തിലെ ജില്ല, വാഹന രജിസ്ട്രേഷൻ ഏറ്റവും കൂടുതൽ ഉള്ള ജില്ല. അപ്പോ ഇതൊക്കെ നഗരവൽക്കരണവുമായി റിലേറ്റ് ചെയ്തു വരുന്ന കാര്യങ്ങൾ ആണ്. ഏറ്റവും കൂടുതൽ ഉള്ളത് എറണാകുളം ജില്ലയിൽ ആണ്. 1990 ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ സാക്ഷരതാ ജില്ല ആയി എറണാകുളം ഡിക്ലെയർ ചെയ്തു. കേരളത്തിലെ ആദ്യ ഗവേണൻസ് ജില്ല. കൊച്ചിൻ സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്നറിയപ്പെടുന്ന പ്രദേശം കാക്കനാടാണ്. ദുർഗുണ പരിഹാര പാഠശാല സ്ഥിതി ചെയ്യുന്നു. IT പാർക്കായ ഇൻഫോ പാർക്ക് കാക്കനാടാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കേരള ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻ സൊസൈറ്റിയുടെ ആസ്ഥാനം കാക്കനാടാണ്. അതുപോലെ തന്നെ കേരള പ്രസ് അക്കാദമിയുടെ ആസ്ഥാനം കാക്കനാടാണ്. ഇനി എറണാകുളം ജില്ലയിൽ വളരെയധികം പ്രാധാന്യമുള്ള ചില സ്ഥലങ്ങൾ നോക്കിയാലോ? ഓടക്കാലി, കേരളത്തിലെ ഏക പുൽത്തൈല ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ആണ് ഓടക്കാലി. പനങ്ങാട്, കേന്ദ്ര മറൈൻ ഫിഷറീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നു. ചില ക്വസ്റ്റ്യനിൽ കൊച്ചി എന്നും കാണാറുണ്ട്. കൊച്ചിയും പനങ്ങാടും അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങൾ ആണ്. നേരിയമംഗലം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ആണ് നേരിയമംഗലം. കേരളത്തിന്റെ ചിറാപ്പുഞ്ചി എന്ന് ചോദിച്ചാൽ ലക്കിടിയാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം നേരിയമംഗലം. ചേന്നമംഗലം, PSC മുൻകാല പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് പാലിയം സത്യാഗ്രഹം എവിടെയാണ് നടന്നിട്ടുള്ളത് എന്ന്. എറണാകുളം ജില്ലയിലെ ചേന്നമംഗലം എന്ന സ്ഥലത്താണ് പാലിയം സത്യാഗ്രഹം നടന്നിട്ടുള്ളത്. ചേറായി ബീച്ച്, വളരെയധികം പ്രസിദ്ധമായിട്ടുള്ള ഒരു എറണാകുളം ജില്ലയിലെ ബീച്ച് ആണ് ചേറായി ബീച്ച്. നവോത്ഥാന നായകൻ ആയ സഹോദരൻ അയ്യപ്പൻ എന്ന വ്യക്തിയുടെ ജന്മസ്ഥലം കൂടിയാണ് ചേറായി. ചേരനെല്ലൂർ, മറ്റൊരു നവോത്ഥാന നായകൻ ആയ പണ്ഡിറ്റ് കറുപ്പൻ എന്ന വ്യക്തിയുടെ ജന്മസ്ഥലം ആണ് ചേരനെല്ലൂർ. ഉദയംപേരൂർ സുനഹദോസ്, 1599 ഉദയംപേരൂർ സുനഹദോസ് നടന്ന പള്ളി എറണാകുളം ജില്ലയിലെ ഉദയംപേരൂർ എന്ന സ്ഥലത്ത് ആണ്. കൂനൻകുരിശ് സത്യം, കൂനൻകുരിശ് സത്യം കേട്ടിട്ടില്ലേ? 1653 ആണ് കൂനൻകുരിശ് സത്യം നടന്നത്. എറണാകുളം ജില്ലയിൽ ആണ്. കുമ്പളങ്ങി, കേരളത്തിലെ ആദ്യ മാതൃക മത്സ്യബന്ധന ഗ്രാമം ആണ് കുമ്പളങ്ങി. കൂടാതെ കേരളത്തിലെ ടൂറിസം ഗ്രാമം കൂടിയാണ് കുമ്പളങ്ങി. കോടനാട്, കേരളത്തിലെ ആന പരിശീലന കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ആണ് കോടനാട്. ഇനി കൊച്ചിയുമായി റിലേറ്റ് ചെയ്തു വരുന്ന കുറച്ച് പോയിന്റുകൾ നോക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ കോർപ്പറേഷൻ കൊച്ചി കോർപ്പറേഷൻ. ഇന്ത്യയിലെ ആദ്യ പോർട്ട് കൊച്ചിൻ പോർട്ടാണ്. കൊച്ചി തുറമുഖം, കൊച്ചി തുറമുഖം ഒരു വലിയ തുറമുഖം ആയി മാറുന്നത് 1936 ആണ്. അതുപോലെ തന്നെ കൊച്ചി തുറമുഖത്തിന്റെ ശില്പി ആരാണ് എന്ന് ചോദിക്കാറുണ്ട്. റോബർട്ട് ബ്രിസ്റ്റോ ആണ്. അദ്ദേഹം വെല്ലിംഗ്ടൺ ദ്വീപിലെ റോബിൻസൺ ക്രൂസോ എന്ന പേരിലും അറിയപ്പെടുന്നു. വെല്ലിംഗ്ടൺ ദ്വീപ് കൊച്ചി തുറമുഖം നിർമ്മിക്കുന്നതിനാവശ്യമായ മണ്ണ് നീക്കം ചെയ്ത് നിക്ഷേപിച്ച് ഉണ്ടായ ദ്വീപ് ആണ്. അതായത് കേരളത്തിലെ ആദ്യ മനുഷ്യനിർമ്മിത ദ്വീപ് ആണ് വെല്ലിംഗ്ടൺ ദ്വീപ്. കൊച്ചി സാഗ, കൊച്ചി സാഗ എന്ന പുസ്തകം രചിച്ച വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ റോബർട്ട് ബ്രിസ്റ്റോ ആണ്. കൊച്ചി തുറമുഖ നിർമ്മാണത്തിന് ആവശ്യമായ സഹായം നൽകിയ വിദേശ രാജ്യം ജപ്പാൻ ആണ്. അറബിക്കടലിന്റെ റാണി എന്നറിയപ്പെടുന്ന പ്രദേശം കൊച്ചിയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? കൊച്ചിയെ അറബിക്കടലിന്റെ റാണി എന്ന് വിശേഷിപ്പിച്ച വ്യക്തി RK ഷൺമുഖം ഷെട്ടി. CBI, കേരളത്തിൽ CBIന്റെ ആസ്ഥാന ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിൽ ആണ്. എയർ ഇന്ത്യ എക്സ്പ്രസ്, എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഓഫീസ് കൊച്ചിയിൽ ആണ് വരുന്നത്. ദക്ഷിണ മേഖല നേവൽ കമാൻഡിന്റെ ഓഫീസ് കൊച്ചിയിലാണ്. കേരളത്തിൽ കൊങ്കിണി ഭാഷാ ഭവന്റെ ആസ്ഥാനം
സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിൽ ആണ്. തീർന്നിട്ടില്ല, കൊച്ചിയുമായിട്ട് റിലേറ്റ് ചെയ്ത പോയിന്റുകൾ ഇനിയുമുണ്ട്, നോക്കാം. പെരുമ്പടപ്പ് സ്വരൂപം എന്ന് പണ്ട് കാലത്ത് അറിയപ്പെട്ടിരുന്ന പ്രദേശം കൊച്ചിയാണ്. ആധുനിക കൊച്ചിയുടെ പിതാവ് എന്ന് ചോദിച്ചാൽ ശക്തൻ തമ്പുരാൻ ആണ്. കാലിയമേനി പണ്ട് കാലത്ത് കൊച്ചിയിൽ നിലനിന്നിരുന്ന ഒരു പഴയ നാണയം ആണ് കാലിയമേനി. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിർമ്മിച്ച ആദ്യ കപ്പൽ ഏതാണ് എന്ന് ചോദിച്ചാൽ റാണി പത്മിനി ആണ്. കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് 1978 ആണ് കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിലവിൽ വന്നത്. കേരളത്തിൽ ആദ്യമായി ഒഴുകുന്ന ATM നിലവിൽ വന്നത് വൈപ്പിൻ മുതൽ കൊച്ചി വരെ സഞ്ചരിക്കുന്ന ബോട്ടിൽ ആണ്. SBI ബാങ്ക് ആണ് സ്ഥാപിച്ചത്. സഹജ് ഇന്റർനാഷണൽ സ്കൂൾ ഇന്ത്യയിലെ ആദ്യ ട്രാൻസ്ജെൻഡർ സ്കൂൾ ആണ് സഹജ് ഇന്റർനാഷണൽ സ്കൂൾ. കൊച്ചിയിലാണ് നിലവിൽ വന്നിട്ടുള്ളത്. കൊച്ചിൻ പ്രജാമണ്ഡലം 1941 ആണ് നിലവിൽ വരുന്നത്. കൊച്ചിൻ പ്രജാമണ്ഡലം സ്ഥാപിക്കാൻ മുൻകൈ എടുത്ത വ്യക്തി VR കൃഷ്ണൻ എഴുത്തച്ഛൻ. കൊച്ചിൻ പ്രജാമണ്ഡലത്തിന്റെ ആദ്യ സമ്മേളനം നടന്നത് ഇരിങ്ങാലക്കുടയിൽ വെച്ചാണ്. കൊച്ചി തുറമുഖം രൂപീകരിക്കുന്നതിന് കാരണമായ വെള്ളപ്പൊക്കം 1341 പെരിയാർ നദിയിൽ ഉണ്ടായ വെള്ളപ്പൊക്കം ആണ്. കൊച്ചി തുറമുഖം നിർമ്മിക്കാൻ മുൻകൈ എടുത്തത് കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് ആണ്. കൊച്ചിൻ എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്ന സ്ഥലം അമ്പലമുകൾ. കൊച്ചിൻ എണ്ണ ശുദ്ധീകരണശാല നിർമ്മാണത്തിൽ പങ്കാളി ആയ രാജ്യം അമേരിക്ക. കേരളത്തിൽ ആദ്യമായി ATM മിൽമ പദ്ധതി നടപ്പിലാക്കിയ സ്ഥലം കൊച്ചിയാണ്. ബാംബു കോർപ്പറേഷന്റെ ആസ്ഥാനം അങ്കമാലി. സുഗന്ധ ഭവന്റെ ആസ്ഥാനം കൊച്ചി. ഐരാപുരം ഇന്ത്യയിലെ ആദ്യ റബ്ബർ പാർക്ക് കൊച്ചി. ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽ ട്രാവൻകൂർ. ഉദ്യോഗമണ്ഡലം ആലുവ അദ്വൈതാശ്രമം, ആലുവ ശിവരാത്രി, ഇതെല്ലാം എറണാകുളം ജില്ലയിൽ ആണ് വരുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ നദി ആയിട്ടുള്ള പെരിയാർ നദി ആലുവയിൽ വെച്ച് രണ്ടായി പിരിയുന്നു. മംഗലം പുഴയും മാർത്താണ്ഡൻ പുഴയും ആയി ആണ് പിരിയുന്നത്. കേരളത്തിൽ ആദ്യമായി സ്പീഡ് പോസ്റ്റ് സെന്റർ നിലവിൽ വന്നത് എറണാകുളത്താണ്. കുസാറ്റിന്റെ ആസ്ഥാനം HMT ഹിന്ദുസ്ഥാൻ മെഷീൻ ടൂൾസിന്റെ ആസ്ഥാനം. ഇത് രണ്ടിന്റെയും ആസ്ഥാനം വരുന്നത് കളമശ്ശേരിയാണ്. സ്വകാര്യ പൊതു പങ്കാളിത്തത്തോടുകൂടി കേരളത്തിൽ ആദ്യമായി ആരംഭിച്ച ടെലികോം സ്റ്റാർട്ടപ്പ് വില്ലേജ് ആണ് കളമശ്ശേരി. കൊച്ചി മെട്രോ ഇന്ത്യയിലെ 8ാമത്തെ മെട്രോ ആണ്. 2017 ജൂൺ 17 കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. പരദേശി സിനഗോഗ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശം മട്ടാഞ്ചേരിയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജൂതമതക്കാരുള്ള പ്രദേശം ആണ് മട്ടാഞ്ചേരി. കേരളത്തിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ജൂത തെരുവ് സ്ഥിതി ചെയ്യുന്നത് മട്ടാഞ്ചേരിയിൽ ആണ്. മട്ടാഞ്ചേരി ജൂതപ്പള്ളി ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ജൂതപ്പള്ളിയാണ്. മട്ടാഞ്ചേരി ജൂതപ്പള്ളി സ്ഥാപിച്ചത് ജോസഫ് അസന്റ്. കോമൺവെൽത്ത് രാജ്യങ്ങളിലെ തന്നെ ഏറ്റവും പുരാതനമായ ജൂതപ്പള്ളിയാണ് മട്ടാഞ്ചേരി ജൂതപ്പള്ളി. കേരളത്തിൽ ആദ്യമായി ഇംഗ്ലീഷ് സ്കൂൾ നിലവിൽ വന്നത് മട്ടാഞ്ചേരിയാണ്. 1818 J. ഡൗസൻ എന്ന വ്യക്തിയാണ് മട്ടാഞ്ചേരി കൊട്ടാരം, ഡച്ച് കൊട്ടാരം എന്നും അറിയപ്പെടുന്നു. എന്നാൽ ഡച്ചുകാരല്ല മട്ടാഞ്ചേരി കൊട്ടാരം നിർമ്മിച്ചിട്ടുള്ളത്. 1555 പോർച്ചുഗീസുകാരാണ് ഡച്ച് കൊട്ടാരം എന്നറിയപ്പെടുന്ന മട്ടാഞ്ചേരി കൊട്ടാരം നിർമ്മിച്ചിട്ടുള്ളത്. കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ ജില്ല എറണാകുളം ആണ്. ബാലപഞ്ചായത്ത് നെടുമ്പാശ്ശേരി, വടക്കൻ പറവൂര്. ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച സ്ഥലം ആണ് വടക്കൻ പറവൂർ. 1982 തിരഞ്ഞെടുപ്പിനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഭൂതത്താൻകെട്ട്, ഇടമലയാർ എറണാകുളം ജില്ലയിലെ വളരെ പ്രസിദ്ധമായ 2 ഡാമുകൾ ആണ്. സെന്റ് ഫ്രാൻസിസ് പള്ളി, വളരെയധികം ചരിത്ര പ്രാധാന്യമുള്ള സെന്റ് ഫ്രാൻസിസ് പള്ളി എറണാകുളം ജില്ലയിൽ ആണ് സ്ഥിതി ചെയ്യുന്നത്. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ പള്ളിയാണ് സെന്റ് ഫ്രാൻസിസ് പള്ളി. വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം ഇന്ത്യയിൽ അടക്കം ചെയ്തിട്ടുള്ള പള്ളിയാണ് സെന്റ് ഫ്രാൻസിസ് പള്ളി. മാനുവൽ കോട്ട, പള്ളിപ്പുറം കോട്ട, ആയകോട്ട എന്നിങ്ങനെ അറിയപ്പെടുന്ന വൈപ്പിൻ കോട്ട എറണാകുളം ജില്ലയിൽ ആണ് സ്ഥിതി ചെയ്യുന്നത്. നുവാൽസ് NUALS നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡി ആസ്ഥാനം കളമശ്ശേരിയാണ് വരുന്നത്. ഈ യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ എപ്പോഴും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കും.
വല്ലാർപാടം ഇന്റർനാഷണൽ ട്രാൻസ്ഷിപ്മെന്റ് കണ്ടെയ്നർ ടെർമിനൽ 2011 അന്നത്തെ പ്രധാനമന്ത്രി ആയ മൻമോഹൻ സിംഗ് ഉദ്ഘാടനം ചെയ്തു. വല്ലാർപാടം ഇന്റർനാഷണൽ ട്രാൻസ്ഷിപ്മെന്റ് കണ്ടെയ്നർ ടെർമിനലിന്റെ നടത്തിപ്പവകാശം DP വേൾഡിനാണ്, അതായത് ദുബായ് പോർട്ട് വേൾഡിന് ആണ്. രാജ്യാന്തര പദവി ലഭിച്ച കേരളത്തിലെ ആദ്യ തീർത്ഥാടനാലയം ആയ മലയാറ്റൂർ സെന്റ് തോമസ് ചർച്ച് എറണാകുളം ജില്ലയിൽ ആണ് സ്ഥിതി ചെയ്യുന്നത്. തട്ടേക്കാട് പക്ഷി സങ്കേതം, മംഗളവനം പക്ഷി സങ്കേതം എറണാകുളം ജില്ലയിൽ ആണ് വരുന്നത്. ഈ രണ്ട് പക്ഷി സങ്കേതവും എറണാകുളം ജില്ലയിൽ ആണ് വരുന്നത്. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം ആണ് മംഗളവനം പക്ഷി സങ്കേതം. കല്ലേൽ ജൈനമത ക്ഷേത്രം എറണാകുളം ജില്ലയിൽ ആണ് സ്ഥിതി ചെയ്യുന്നത്. ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രം നമുക്കറിയാം എറണാകുളം ജില്ലയിൽ ആണ് സ്ഥിതി ചെയ്യുന്നത്. ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം ചോറ്റാനിക്കര മകം ആണ്. കേരളത്തിൽ ആദ്യമായി സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടി ആരംഭിച്ച വിമാനത്താവളം ആണ് നെടുമ്പാശ്ശേരി വിമാനത്താവളം. പൂർണ്ണമായും സോളാർ എനർജിയിൽ പ്രവർത്തിക്കുന്ന വിമാനത്താവളം കൂടിയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളം. ഇടപ്പള്ളി കേരള ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നു. കൂടാതെ ചങ്ങമ്പുഴയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്ന സ്ഥലം കൂടിയാണ് ഇടപ്പള്ളി. ഇടപ്പള്ളിയുടെ പഴയ പേര് റെപ്പോളി. മറൈൻ ഡ്രൈവ് നമുക്കറിയാം മറൈൻ ഡ്രൈവ് എറണാകുളത്താണ് എന്ന്. തൃപ്പൂണിത്തുറ ഹിൽ പാലസ് കേരളത്തിലെ ഏറ്റവും വലിയ ആർക്കിയോളജിക്കൽ മ്യൂസിയം ആയ തൃപ്പൂണിത്തുറ ഹിൽ പാലസ് എറണാകുളം ജില്ലയിൽ ആണ് സ്ഥിതി ചെയ്യുന്നത്. അത്തച്ചമയത്തിന് വളരെയധികം പ്രസിദ്ധമാണ് തൃപ്പൂണിത്തുറ എന്ന സ്ഥലം. സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ ആസ്ഥാനം കൊച്ചി. കേരളത്തിലെ ആദ്യ സ്വകാര്യ IT പാർക്ക് മുത്തൂറ്റ് ടെക്നോപോളിസ് ആണ്. എറണാകുളത്തെയും വൈപ്പിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന പാലം അറിയപ്പെടുന്നത് ഗോശ്രീ പാലം എന്ന പേരിൽ ആണ്. കേരളത്തിലെ ആദ്യ ടൂറിസം പോലീസ് സ്റ്റേഷൻ ഏതാണ് എന്ന് ചോദിച്ചാൽ ഫോർട്ട് കൊച്ചി പോലീസ് സ്റ്റേഷൻ ആണ്. കൊച്ചിൻ സ്റ്റേറ്റ് എന്ന പുസ്തകം രചിച്ച വ്യക്തി കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി ആയ C. അച്യുതമേനോൻ ആണ്. കൊച്ചിൻ സാഗ എന്ന പുസ്തകം രചിച്ച വ്യക്തി റോബർട്ട് ബ്രിസ്റ്റോ ആണ്. എന്നാൽ കൊച്ചിൻ സ്റ്റേറ്റ് മാനുവൽ എന്ന പുസ്തകം രചിച്ച വ്യക്തി C. അച്യുതമേനോൻ ആണ്. INS ഗരുഡ, INS വെന്തുരുത്തി, INS ദ്രോണാചാര്യ ഇതെല്ലാം എറണാകുളം ജില്ലയിൽ ആണ് വരുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, എറണാകുളം ജില്ലയുമായി റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് പോയിന്റുകളാണ് നോക്കിയത്. ഇനി നിങ്ങൾക്കറിയുന്ന കൂടുതൽ പോയിന്റുകൾ കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. ഇതുവരെയും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഹാപ്പി ഡേ.